ഹായ് വീണ്ടായി തണുപ്പായ 2 മാസം കൊണ്ട് ക്രിസ്മസായി. ക്രിസ്മസിനൊരു വായനയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയല്ലേ? കഴിഞ്ഞാണ് നമ്മൾ ബീട്രൂട്ട് കൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വായന ഇട്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ലിങ്ക് വേണമെങ്കിൽ ഇവിടെ പിങ്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പക്ഷേ ഇത്തവണ പ്രോപ്പറായിട്ട് വായ്മുന്തിരിയൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള വായന ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നിങ്ങളും കൂടുന്നോ? ഇത്തവണ വൈനിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള മുന്തിരിയാണ് കേട്ടോ. ഇത് വൈൻ മുന്തിരിയാണ്, കറുത്ത മുന്തിരിയാണ്. ഇത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ 2 കൊല്ലമായി. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, പക്ഷെ കുരുകുരാന്നുള്ള കായ്ക്കളാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത്തവണ അത് കഴിഞ്ഞ് വിൻ്ററിന് അത് ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയി, ചുള്ളിക്കമ്പ് പോലെയായി. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇനി ഇത് ശരിയാവില്ലായിരിക്കുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ആളങ്ങ് തളർത്ത് പിടിച്ച് വന്നില്ലേ. പിന്നെ അതേ കണ്ടില്ലേ, കുറേ മുന്തിരികൾ ഇതുപോലെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന അത്ര വലിയ വലിപ്പത്തിലൊന്നും ആയിട്ടില്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ വയനിട്ട് നോക്കുക തന്നെയല്ലേ. സ്വന്തം തോട്ടത്തിൽ നട്ട് നനച്ച് വളർത്തിയ മുന്തിരിയൊക്കെ എടുത്ത് വയനിടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമുള്ള പരിപാടിയല്ലേ. പക്ഷേ ഇത് ഒരു 2 കിലോ പോലും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയനിടാമെന്നൊക്കെ വിചാരിച്ചാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷെ പറിച്ചപ്പോഴല്ലേ മനസ്സിലായത് 4 കിലോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. നിൽക്കുന്ന കണ്ട അത്രയുണ്ടെന്ന് നമുക്ക് തോന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള പണി എന്താണ്, ഇതിനിങ്ങനെ പിരിച്ച് ഇടുക എന്നുള്ളതാണ്. അതിൻ്റെ തണ്ടിയിൽ നിന്നെല്ലാം ഊരിയിടുക. നല്ല രസമുള്ള പരിപാടിയാണിത്. കണ്ടോ, നല്ല മുത്തുമണികൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പിരിച്ചിട്ടതിന് ശേഷം ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും പറയുന്നത് പച്ചവെള്ളത്തിൽ തൊടിയിപ്പിക്കരുതെന്നാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാൻ. കണ്ട, ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തിൽ 2-3 തവണയായിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ്. കാരണം അതിനകത്ത് മണ്ണും പൊടിയും ചലന്തി വലയും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ കഴുകലും പിടിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വയനിടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. നമുക്ക് ഏറ്റവും അധികം വേണ്ടത് തക്കോലമാണ്. അത് നല്ല വീര്യം കൂട്ടാനായിട്ട്. അതുപോലെ കുറച്ച് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ്, അതുപോലെ ബാർലിയും, പിന്നെ നല്ല രീതിക്ക് തന്നെ പഞ്ചസാരയുടെയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് വേണ്ട നന്നായിട്ട് ഈ മുന്തിരി ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് കുറച്ച് ഒരു എന്തെങ്കിലും മിക്സ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് നല്ലപോലെ ഈ മുന്തിരി ഒന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ എന്താണെങ്കിലും ഇത് കുറേ തവണ ഇളക്കി എടുക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ 1 കിലോ പഞ്ചസാര ഇപ്പോൾ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് അതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. ഉടച്ചു വന്ന സാധനം നമുക്ക് നല്ലൊരു ബാരലിലേക്ക് മാറ്റാം. അപ്പോൾ വൈന് ഇടാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഏതെങ്കിലും ബാരൽ വേണം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ചില്ലിൻ്റെ കുപ്പി അല്ലെ ഭരണി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഭരണി ഇല്ല, പക്ഷെ വൈനിടുന്ന ടൈപ്പ് നല്ല കട്ടിയുള്ളൊരു ബാരലുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുന്നത്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തിൽ കഴുകണമെന്നുള്ളത്. ഈ ഒരു പ്രോസസ്സിൽ എവിടെയും നമ്മൾ പച്ചവെള്ളം, കാരണം എന്താ, നമ്മളിത് കുറച്ച് അധികം നാൾ വെക്കാനുള്ളതാണ്. അപ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ചാൽ ചിലപ്പോൾ പൂപ്പൽ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നന്നായിട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ല കട്ടിയുള്ള ഒരു ബാരലിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാരലിലേക്ക് മാറ്റുമ്പോഴും ആ ബാരൽ കഴുകുന്നതും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം. അത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഇനി അത് നല്ല തവി ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ തവിയിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. എന്നിട്ട് മാറ്റിയതിന് ശേഷം വേണ്ട സ്പൈസസും അതുപോലെ ബാർലിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് ബാർലി ആഡ് ചെയ്യുക, അതുപോലെ സ്പൈസസും. ഞാൻ കറുവപ്പട്ടയൊക്കെ ഒരു 2 പീസൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ കറുവപ്പട്ടയുടെയൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത് തക്കോലാണ്. തക്കോലമാണ് വീര്യം കിട്ടാനായിട്ട് കുറച്ചുകൂടെ നല്ലൊരു സാധനം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാര എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 4 കിലോ മുന്തിരിക്ക് 4 കിലോ പഞ്ചസാര തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ 1 കിലോ മുന്തിരിക്ക് 3 ലിറ്റർ വെള്ളം എന്ന് കണക്കാക്കിയിട്ടാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ ഈസ്റ്റും ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിക്കണം. ഇനി എന്താണ് വേണ്ടത്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മിക്സ് ചെയ്യുന്ന തവിയും അല്ലെങ്കിൽ ഒരു തടിയുടെ കോലോ എന്തെങ്കിലും ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യേണ്ടത്. അതിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഇതുപോലെ ആഴ്ചയിൽ 2 ദിവസം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. 21 ദിവസമാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ എത്ര കൂടുതൽ കീപ്പ് ചെയ്യുന്നു അത്രയും നന്നായിരിക്കും. ഞങ്ങളേതായാലും ക്രിസ്മസിനെ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് വൈൻ വിറ്റുമ്പോൾ അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ പുറകെ വരുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ 2 തവണ ഇതുപോലെ നല്ലൊരു തടി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ വൈനൊക്കെ ഇവിടെ കുപ്പിയിലായിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഊറ്റിയെടുക്കാം. പക്ഷേ ഞങ്ങൾ ക്രിസ്മസ് വരെ വെയിറ്റ് ചെയ്യും. കാരണം കുറച്ചുകൂടെ വീര്യം കൂടട്ടെ. ഇനി ഒരു 2 മാസം കൂടെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഊറ്റിയെടുക്കുന്ന വീഡിയോ പുറകെ വരുന്നതായിരിക്കും. നിങ്ങൾ